ഹലോ, എന്താ പറയുക, ഇന്നത്തെ ഒരുക്കം പണിക്ക് ഒരുങ്ങുവാണേ. എന്തോ ഇന്ന് പണി? കവാത്ത് പോവുക. കവാത്തോ? കവാത്തേ എന്തോ കവാത്താന്നോട് പറ. ഏലത്തിന് കവാത്ത്, ഏലം കവാത്തിന് പോവാ രാവിലെ. വെളുപ്പിനെ ഒരുക്കം. എന്തോ കാലയിൽ ഗംബൂട്ടൊക്കെ ഇടുവാണ്. ഗംബൂട്ടൊക്കെ ഇട്ടുകൊണ്ട് എങ്ങോട്ടാണ്? എന്താ രാവിലെ പാട്ടൊക്കെ പാടിയാം. വെളുപ്പിനെ ഇന്നിച്ചിരി താമസിച്ച് പോയി. മറ്റേ ഇതിനൊക്കെ മുന്നേ എഴുന്നേറ്റ് പോകുന്നതാണ്. വെളുപ്പിന് എഴുന്നേറ്റ് ദിവസം പറമ്പിൽ പണിയാൻ പോകും. ഇന്നൊരല്പം താമസിച്ച് പോയി. അതുകൊണ്ടൊരു വീഡിയോ പിടിച്ചേക്കാമെന്ന് വിചാരിച്ചു. ആള് ഇങ്ങനൊന്നും അല്ല, ഭയങ്കര പുലിയാണ് കേട്ടോ. 86 വയസ്സ് കഴിഞ്ഞ 87 വയസ്സിലോട്ട് കിടക്കുന്നു. അങ്ങനെ നമ്മളൊക്കെ ആരോഗ്യം. ആള് പുലിയാണ്. വെളുപ്പിന് തന്നെ പണിക്കിറങ്ങും. അപ്പോൾ ഇന്ന് കവാത്തൊക്കെ കഴിഞ്ഞ് വന്ന് 10 മണിയായപ്പം ഭക്ഷണം കഴിക്കുവാണേ. ഭക്ഷണം കഴിക്കുക. എന്തൊക്കെയാ കഴിക്കുന്നേ? ഉറക്ക ചോദിക്കണം, ചെവി കേൾക്കത്തില്ല. അച്ഛനോടാ. ചോറ്, സാമ്പാറ്, തൈര്, ചീരത്തോരൻ, വഴുതനങ്ങ പൊരിച്ചത് അല്ലേ? വേറൊന്നും കഴിക്കാൻ വയ്യ. എന്താ കഴിക്കാൻ വയ്യാത്തേ? അറിയത്തില്ല. ദഹനമില്ല. എത്ര വയസ്സായി? 86 വയസ്സായി. പല്ലൊക്കെ ഉണ്ടോ? കഴിച്ചിട്ടെന്താ ഇന്ന് പണി? മണ്ണ് മാറ്റിയിടാൻ പോവാ. ശരി, എന്നാ മണ്ണ് മാറ്റിയിടാം. ഞാനും വരാം. ഓക്കേ, കൂടെ കാണിച്ചു തരാവേ. ഇത് കണ്ടോ? നിങ്ങളിത് കണ്ടിട്ടുണ്ടോ? ഇതാണ് തൊമര. നമ്മൾ തൊമരപ്പരിപ്പെന്നൊക്കെ പറഞ്ഞ് കിട്ടത്തില്ലേ? ഇതിൻ്റെ പരിപ്പാണ് തൊമരപ്പരിപ്പെന്ന് പറഞ്ഞത്. അപ്പം ഞാനും അച്ഛനും പറമ്പിലോട്ട് ഇറങ്ങുവാണ് പണി ചെയ്യാനായിട്ട്. ഇത് കണ്ടോ, ഏലമാണ് ഞങ്ങളുടെ മെയിൻ കൃഷി. ഇവിടെ ചക്കയൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ടോ? ചക്കയൊക്കെ ഒരുപാടുണ്ട്. പക്ഷേ ഇതെല്ലാം പ്ലാവിൻ്റെ ഏറ്റവും തുഞ്ചത്താണ്. ആണ്ട് ഇത് തക്കാളി കണ്ടോ, തക്കാളി. ഇതൊന്നും നമ്മൾ വളവും മരുന്നും ഒന്നും ഇടുന്നതല്ല കേട്ടോ. നല്ലതായിട്ട് കായ്ക്കും. പക്ഷെങ്കിൽ അതുകൊണ്ട് ഇവിടെ നല്ല വളമൊക്കെ ഒറിജിനലായിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ അങ്ങനെ വളം ഒന്നും ഇടാത്ത നല്ല വളവും വിഷവും ഒന്നുമില്ലാത്ത നല്ല ഒന്നാന്തരം തക്കാളിയാണ്. ഉണ്ടോ തക്കാളി? ഇതൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ചന്തയിൽ നിന്നൊക്കെ മേടിച്ചുകൊണ്ട് വരുന്നതല്ലേ, അതൊക്കെ ഇങ്ങോട്ട് ഇടുന്നതാണ്. തക്കാളിയുണ്ട്, പച്ചമുളകുണ്ട്, ഇതുണ്ടോ മത്തയുണ്ട്. അങ്ങനെ പല പല കൃഷികളാണ്. പിന്നെ നല്ല തെങ്ങിൻ തൈയൊക്കെ ഞങ്ങൾ നടാനായിട്ട് വെച്ചിരിക്കുന്നതാണ്. അതിൻ്റെ കൂടെ ഒരു ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈയും കൂടെ ഉണ്ട്. കണ്ടോ, ആ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈ ഇനി മഴയാകുമ്പോഴത്തേനും പറിച്ച് നടാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. കുഞ്ഞ് തേനീച്ചയൊക്കെ വന്ന് കണ്ടോ, പൂവിൽ കണ്ടോ തേൻ കുടിക്കുന്ന കണ്ടോ, കുഞ്ഞ് തേനീച്ച. അതൊക്കെ നമ്മുടെ ഇവിടെ തന്നെ ഉണ്ട് തേനീച്ചയൊക്കെ. അപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈയും ഈ തെങ്ങിൻ തൈയൊക്കെ ഞങ്ങൾ മഴയാകുമ്പോഴത്തേനും പറിച്ച് നടും. അപ്പോൾ ഇന്ന് ഏലത്തിൻ്റെ പണികളൊക്കെയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ ശേഷം. പിന്നെ നമുക്ക് ഏത്തവാഴയുണ്ട്, അതുകൂടെ കാണിച്ചു തരാം. ഏത്തവാഴ. അപ്പോൾ ഇത് ചേമ്പ്, ഇതുണ്ടോ, ഇത് ചീമച്ചേമ്പ്. ഇത് നമ്മുടെ തോരനൊക്കെ വെക്കുന്ന കറിച്ചേമ്പാണ്. കറിച്ചേമ്പ്, അതിൻ്റെ ഇലയും താളും ഒക്കെ നമ്മൾ ചേമ്പ് എടുത്ത് കറി വെക്കും. കണ്ടോ വാഴക്കൃഷി, വാഴക്കൊലകളൊക്കെ നിൽക്കുന്നുണ്ടോ. അതാണ് ഏത്തവാഴ. ഏത്തവാഴയുടെ കൊല ഞാനൊന്ന് ശരിക്കും കാണിച്ചു തരാം. കണ്ടോ ഏത്തവാഴക്കൊല കണ്ടോ, 3 ഉണ്ടായിരുന്നു, 4-5 ഉണ്ട്. മുകളിലൊക്കെ നിൽപ്പുണ്ട്. പക്ഷേ 2 താഴെ, ഒരെണ്ണം അങ്ങ് താഴെ പോയി. അതൊക്കെ ഞങ്ങൾ പൊക്കി വെച്ചിരിക്കുവാണേ, കാണിക്കാം. അപ്പോൾ സ്കൂബിയും മക്കളും ഇങ്ങനെ കിടന്ന് പാലൊക്കെ കുടിച്ച് കിടക്കുക. ചൂടല്ലേ, ഭയങ്കര ചൂടാണ് ഇവിടെ. ഹൈ റേഞ്ചാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല.
ഭയങ്കര ചൂടാണ്. അപ്പോൾ അച്ഛൻ അങ്ങനെ കൊട്ടയൊക്കെ എടുത്ത് ഇറങ്ങിയിരിക്കുകയാണ്. ഇവിടെ ഒരു വാഴ കൊലച്ചു. വേണ്ട വാഴക്കൊല, ഒരു വാഴക്കൊല താഴെ പോയി കഴിഞ്ഞ ദിവസം. വേണ്ട അത് ഞങ്ങൾ ഒരു പൊക്കിയൊക്കെ വെച്ചിരിക്കുകയാണ്. കാണാമോ? കാണാം. ഓക്കെ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ കൃഷി വിശേഷം. ഇനി ഞങ്ങൾ പറമ്പിലോട്ട് ഇറങ്ങുവാണ്. ഏലത്തിന് മണ്ണൊക്കെ കുറച്ചൊന്നിടാനായിട്ട്. ഏലമൊക്കെ വേനലായതുകൊണ്ട് അത്ര കായൊന്നുമില്ല, എന്നാലും ഇങ്ങനെ ചെറുതായിട്ട് ശരവും ചിമ്പും ഒക്കെ അടിച്ച് വരുന്നതേ ഉള്ളൂ. ഇത്രയൊക്കെയാണ് എൻ്റെ അച്ഛൻ്റെയും കൃഷി വിശേഷങ്ങൾ. അച്ഛൻ തന്നെ കൃഷി ചെയ്യുന്നതാണ് ഈ ഏലമൊക്കെ. പണിക്കാരൊന്നും ഇല്ലാതെ തന്നെ അച്ഛൻ തന്നെ കൃഷി ചെയ്തതൊക്കെയാണ്. പിന്നെ ഇപ്പം ഞങ്ങളും കൂടെ ഒക്കെ സഹായിക്കുന്നുണ്ട്. കണ്ടോ? പിന്നെ കായെടുക്കാനൊക്കെ മാത്രമേ ആൾക്കാർ നിർത്തുള്ളൂ, ബാക്കിയെല്ലാം ഞങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്. ഇത്രയുമാണ് ഞങ്ങളുടെ ഇന്നത്തെ കൃഷി വിശേഷങ്ങൾ. ഒക്കെ അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.